അപ്പം നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ഞാനും ഉണ്ട്, അമ്മയുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞൊക്കെ നടക്കുവാണേ. നമ്മൾ ആര്യവല്യക്കാവ് ക്ഷേത്രം എന്നാണ് പറയുന്നത്. കുറച്ച് നടക്കാനുണ്ട്, എനിക്ക് അണക്കാണ് ഗൈസ്, കുറച്ച് കയറ്റം കയറാനുണ്ട്. അപ്പോൾ അമ്പലം എത്താറായി. ആ കാണുന്നതാണ്, അവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് അമ്പലം. അപ്പോൾ ഇതാ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ഇത് അങ്ങ് അറ്റത്ത് കാണുന്നതാണ് കേട്ടോ കാവ് ക്ഷേത്രം എന്നൊക്കെ പറയും, ഞാൻ അമ്പലം എന്നും പറയും. അപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ബാക്കി ചെയ്യാം ഗൈസ്. കാവിൻ്റെ അടുത്ത് എത്താറായെന്ന് സൂചന വരുന്ന ഒരാളാണ് വെള്ളച്ചാട്ടം. ഇതിൻ്റെ ഒച്ച നമുക്ക് അടുത്തെത്താറാകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് കേൾക്കാൻ പറ്റും. മൊത്തത്തിലൊരു കൂളിംഗ് എഫക്റ്റാണ് ഗൈസ് ഈ അമ്പലത്തിൻ്റെ പരിസരം എന്ന് പറയുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ 2 അമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ. കാവ് എത്തി കേട്ടോ. കാവ് ക്ഷേത്രം എന്നാണ് ഇവിടെ പൊതുവെ എല്ലാവരും പറയാം, ഞാൻ അമ്പലം എന്നും പറയുന്നു. എന്ന് ഒരേ മീനിങ് ആണ് വരുന്നത്. അങ്ങനെ ഞാനും അമ്മയും തൊഴുതൊക്കെ ഇറങ്ങി കേട്ടോ. ഞാൻ അവിടെ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പ്രസാദമാണ് ഇന്ന്. നമുക്ക് കർക്കിടക കഞ്ഞി കിട്ടുന്ന ദിവസമായിരുന്നു കേട്ടോ. കർക്കിടകത്തിന്റെ എന്തായിരുന്നു അതന്നെ, കർക്കിടക കഞ്ഞിയും ഔഷധ സേവയും അങ്ങനെ ഒരു സംഭവമായിരുന്നു ഇവിടെ. അപ്പൊ അത് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഞാൻ അവിടെ വലിയ വ്ലോഗ് എടുക്കണമെന്നൊക്കെ എന്തൊക്കെയോ ആവശ്യം കാണിക്കുന്നുണ്ട്. നമ്മുടെ പേഴ്സും കൂടെ ഒക്കെ എന്നെ ഏൽപ്പിച്ചേക്കാണ് ഗൈസ്. ലോക്ക് പിടിക്കുന്നു ഗൈസ്. അപ്പം അത്രയുള്ളൂ. ബൈ, ടാറ്റാ.